ഇന്ന് രാവിലെ സെക്രട്ടേറിയറ്റിന്റെ മുൻഭാഗത്ത് ഞങ്ങൾ ഫോട്ടോഗ്രാഫർമാരുടെ ഒരു ധർണയുണ്ടായിരുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ വളരെ ചെറുതാണ്. സാംസ്കാരിക പെൻഷനിൽ ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർമാരെ ഉൾപ്പെടുത്തണം. അമ്പലങ്ങളിലും പള്ളികളിലും കല്യാണത്തിന് ഫോട്ടോ എടുക്കാൻ നേരത്ത് ഫോട്ടോഗ്രാഫർമാരിൽ നിന്നും 2000-3000 രൂപയും വാങ്ങണ പള്ളികളും 1500 വാങ്ങണ ഒരുപാട് അമ്പലങ്ങൾ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. ഓരോ ദിവസവും കഴിയും തോറും ദൈവങ്ങളുടെ ചെലവാണെങ്കിൽ കൂടി വരണം. ഇത് നമ്മൾ അറിയണത് ആ റെസീറ്റ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴാണ്. ഇത്രയും അധികം ചെലവാണ് ദൈവങ്ങൾക്ക് ഒരു ദിവസം ഇവിടെ ജീവിച്ചു പോകണമെങ്കിൽ എന്നുള്ളതാണ്. ദൈവങ്ങൾക്കേ ഇവിടെ ജീവിക്കാൻ പറ്റില്ല, പിന്നെ ഞങ്ങളെപ്പോലുള്ള ഫോട്ടോഗ്രാഫർമാർ എങ്ങനെ ഇവിടെ ജീവിക്കും? ചില വലിയ അമ്പലങ്ങളുടെ പ്രതിഷ്ഠയെക്കാളും വലുതാണ് അവിടുത്തെ സെക്യൂരിറ്റി സാറന്മാർ. ഇതൊന്നും ഒരു തീരുമാനമാവില്ലെന്നുള്ള കാര്യം നേരത്തെ നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം ഒരുവിധപ്പെട്ട എല്ലാ രാഷ്ട്രീയക്കാരുടെ ഫോട്ടോ എടുക്കുന്നത് ഞങ്ങൾ ഫോട്ടോഗ്രാഫർമാരാണ്. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തോട്ട് നോക്കിയപ്പോൾ PCO റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള കുറെ പിള്ളേർ റാങ്കും വാങ്ങിച്ചിട്ട് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ സമരം നടത്തുന്നു. 19-ാം തീയതി ആകുമ്പോൾ ആ റാങ്ക് ലിസ്റ്റിന്റെ സമയം കഴിയും. ഇവരൊക്കെ ഇവരുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് 1 പാവപ്പെട്ട വീട്ടിൽ ജനിച്ചെന്നുള്ളത്, 2 കുത്തിയിരുന്ന് പഠിച്ച് റാങ്ക് വാങ്ങി. വല്ലതും കഴിച്ചോന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് 12 ദിവസം കൊണ്ട് ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കും, അതേ കഞ്ഞി തന്നെ വൈകുന്നേരം വീണ്ടും കുടിക്കും. എന്തായാലും വൈകുന്നേരം ഞാൻ എൻ്റെ വീട്ടിൽ പോയി വീട്ടിൽ നിന്ന് കുറച്ച് ചപ്പാത്തിയും കറിയൊക്കെ സെറ്റ് ചെയ്ത് അവർക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റി. ഇത്രയൊക്കെ തിരുവനന്തപുരത്തുകാരൻ എന്നുള്ള നിലയിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. നമ്മളെ കൊച്ചു കേരളത്തിൽ പാവപ്പെട്ടവന്റെ മക്കൾ പഠിച്ച് റാങ്ക് വാങ്ങിച്ചിട്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. ഒന്നുകിൽ രാഷ്ട്രീയമായിട്ട് നമുക്കൊരു ഹോൾഡ് വേണം, അതല്ലെങ്കിൽ കാശുള്ളവന്റെ മക്കളായിട്ട് ജനിക്കണം.